നമസ്കാരം. നമ്മുടെ സബ്ജക്റ്റ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് 4th മോഡ്യൂളാണ് അല്ലേ? അപ്പോൾ 4th മോഡ്യൂളിൽ കനാലുകളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. കനാൽസിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കി, പല ടൈപ്പിൽ വരുന്ന ക്ലാസിഫിക്കേഷൻസ് നോക്കി. പിന്നെ നമ്മൾ പുതിയൊരു വാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ? ബേംസ്. എന്തായിരുന്നു ബേം എന്ന് വെച്ചാൽ? ഇറ്റ് ഈസ് ദ ഹൊറിസോണ്ടൽ സ്പേസിംഗ് given in between cutting an embankment or in between two embankments or in between two cuttings. അല്ലേ, രണ്ട് കട്ടിങ്ങുകളുടെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് എംബാങ്ക്മെന്റുകളുടെ ഇടയിൽ, അതും അല്ലെങ്കിൽ ഒരു എംബാങ്ക്മെന്റും ഒരു കട്ടിങ്ങും അതിൻ്റെ ഇടയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഹൊറിസോണ്ടൽ സ്പേസ്, അതിനെയാണ് എന്ത് വിളിച്ചത്? നമ്മൾ ബേംസ് എന്ന് വിളിച്ചത് അല്ലേ? അപ്പൊ ബേംസ് കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കി. പിന്നെ നമ്മൾ ക്രോസ് സെക്ഷൻസ് നോക്കി അല്ലേ? 3 തരത്തില് കനാലിന്റെ ക്രോസ് സെക്ഷൻ വരാം. ഒന്നെങ്കിൽ കനാലിൻ ഫുൾ കട്ടിങ്, അതായത് നമ്മുടെ കനാലിന്റെ ബെഡ് ലെവലും അതുപോലെ തന്നെ ഫുൾ സപ്ലൈ ലെവലും. കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ കനാലിൽ വെള്ളം ക്യാരി ചെയ്യണം അല്ലേ? അപ്പൊ വെള്ളം ക്യാരി ചെയ്യുന്ന സമയത്ത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് വാട്ടർ ലെവൽ, അതിനെയാണ് നമ്മൾ ഫുൾ സപ്ലൈ ലെവൽ എന്ന് വിളിക്കുക. അപ്പൊ ആ ഒരു ടോപ്പ് മോസ്റ്റ് വാട്ടർ ലെവൽ എന്ന് പറയുന്നത് കട്ടിങ്ങിൽ തന്നെ ആയിരിക്കും അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ നോട്ട്സ് എഴുതിയത് നോക്കിയാൽ മനസ്സിലാവും അല്ലേ? കട്ടിങ്ങിൽ തന്നെയാണ് കനാലിന്റെ ബെഡ് ലെവലും അതുപോലെ തന്നെ ഫുൾ സപ്ലൈ ലെവലും വരുന്നത്. പിന്നെ അടുത്തത് കനാലിൻ ഫുൾ ബാങ്കിങ് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും ഫുൾ, ആ കനാല് മുഴുവനായും എംബാങ്ക്മെന്റുകളുടെ ഇടയിലാണ് നിൽക്കുന്നത്. അതായത് ആ കനാലിന്റെ ബെഡ് ലെവലും അതുപോലെ തന്നെ അതിന്റെ ഫുൾ സപ്ലൈ ലെവലും, ടോപ്പ് മോസ്റ്റ് ലെവലും എന്ത് തന്നെയാണ്? എംബാങ്ക്മെന്റുകളുടെ ഇടയിലാണ് അല്ലേ? അതായത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് മുകളിലാണ് കനാലിന്റെ ബെഡ് ലെവലും അതുപോലെ തന്നെ ഫുൾ സപ്ലൈ ലെവലും. പിന്നെ അടുത്തൊന്നാണ് കനാലിൻ പാർഷ്യൽ കട്ടിങ്. അപ്പൊ അതാവുമ്പോ രണ്ടിലും, അതായത് ഗ്രൗണ്ട് ലെവലിന്റെ താഴെയാണ് കനാലിന്റെ ബെഡ് ലെവല്, അതുപോലെ ഗ്രൗണ്ട് ലെവലിന്റെ മുകളിലാണ് കനാലിന്റെ ഫുൾ സപ്ലൈ ലെവൽ അല്ലേ? അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിരുന്നു. വിത്ത് ഡയഗ്രാം ആണ് നമ്മൾ നോക്കിയത്. പിന്നെ അതുപോലെ നമ്മൾ വേറൊരു സെക്ഷൻ പഠിച്ചു, ബാലൻസിങ് ഡെപ്ത് ഓഫ് കട്ടിങ്. എന്തായിരുന്നു അത്? ബാലൻസിങ് ഡെപ്ത് ഓഫ് കട്ടിങ് എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഡെപ്തില് നമ്മൾ എക്സ്കവേറ്റ് ചെയ്താലാണ്, അതായത് കുഴി കുഴിച്ചാലാണ് ആ കുഴിച്ച മണ്ണ്, ആ കുഴിച്ചെടുക്കുമ്പോൾ നമുക്ക് മണ്ണ് കിട്ടുമല്ലോ അല്ലേ? ആ മണ്ണ് മാത്രം വെച്ചുകൊണ്ട് രണ്ട് സൈഡിലും, ആ കനാലിന്റെ രണ്ട് സൈഡിലും എംബാങ്ക്മെന്റ് കെട്ടിയുണ്ടാക്കാൻ പറ്റുക. അപ്പൊ അതിന് എത്ര ഡെപ്തിൽ നമ്മൾ കട്ട് ചെയ്യണം അല്ലെങ്കിൽ കുഴിക്കണം, അതാണ് ബാലൻസിങ് ഡെപ്ത് അല്ലേ? അപ്പൊ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിരുന്നു. ഡെറിവേഷൻ കണ്ടില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവേഷൻ പഠിച്ചതാണ്. അവസാനം ഡെപ്തിന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി. ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഇപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, അതെങ്ങനെയാണ് ഡെപ്ത് കണ്ടുപിടിക്കാന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഒരു പ്രാക്ടിക്കൽ കേസ് എടുക്കുകയാണ്. അപ്പോ നമുക്കൊരു കനാൽ ഉണ്ടാക്കാൻ ഒരു
നിശ്ചിത സ്ഥലം ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്ഥലത്തിന്റെ വീതി നമുക്ക് അറിയാൻ പറ്റും അല്ലെ? അവിടെ പോയി നോക്കിയാൽ നമുക്ക് എത്ര വീതിയിൽ കനാൽ ഉണ്ടാക്കാം എന്നുള്ളത് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ എംബാങ്ക്മെന്റ് അടുത്ത് വരേണ്ട എംബാങ്ക്മെന്റ് എങ്ങനെയാവണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പൊ അതിന്റെയൊക്കെ ബ്രെഡ്ത്തും വിഡ്ത്തും അതിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അവിടെ അൺനോൺ എന്ന് പറയുന്നത് ആകെ എന്ത് മാത്രമാണ്? ഡെപ്ത് ഓഫ് കട്ടിംഗ് ആണ്. അപ്പൊ അത് ആ ഡെപ്ത് ഓഫ് കട്ടിങ്ങിനെയാണ് നമ്മൾ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലൂടെ സോൾവ് ചെയ്യുന്നത് അല്ലെ? കാരണം നമുക്ക് എത്ര വേണേലും കുഴിക്കാം, ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് നമ്മളെ കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. കനാലിന്റെ വിഡ്ത്ത് അതൊക്കെ തന്നിരിക്കുന്ന സ്ഥലത്തിനെ അനുസരിച്ച് ലിമിറ്റഡ് ആണ് അല്ലെ? പക്ഷേങ്കിൽ കുഴിയുടെ ആഴം നമുക്ക് എത്രയാണെങ്കിലും മാറ്റാം. അതുകൊണ്ട് ആ ഒരു ഡെപ്തിനെ നമ്മൾ ഒരു വേരിയബിൾ പാരാമീറ്റർ ആക്കി എടുത്ത് ബാക്കി എല്ലാ പാരാമീറ്റേഴ്സിന്റെയും വാല്യൂ ആ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊരു ഡെപ്ത് കിട്ടും അല്ലെ? അപ്പൊ ആ ഡെപ്തിനെയാണ് എന്ത് വിളിച്ചത്? ബാലൻസ്ഡ് ഡെപ്ത്. ഓക്കെ, മനസ്സിലായില്ലേ? ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അതാണ് ബാലൻസ്ഡ് ഡെപ്ത്. അതായത് ആ കുഴിയിൽ നിന്ന് കിട്ടുന്ന മണ്ണ് കൊണ്ട് മാത്രം നമുക്ക് എംബാങ്ക്മെന്റ് ഉണ്ടാക്കാം. അപ്പൊ വേറെ മണ്ണ് നമുക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതാണ് ബാലൻസ്ഡ് ഡെപ്ത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റെജിമി ചാനൽസിനെ കുറിച്ചാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊന്ന് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കാര്യമാണ് റെജിമി ചാനൽ. ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പൊ റെജിമി ചാനൽ എന്താണ്? റെജിമി ചാനൽ Lessees divided the Regimi condition of channels into two classes. രണ്ട് ക്ലാസ് ആയി ഡിവൈഡ് ചെയ്തു. ഇനിഷ്യൽ റെജിമി, ഫൈനൽ റെജിമി. അപ്പൊ അതിന് മുന്നേ പറയുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. റെജിമി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു കനാൽ ഉണ്ടാക്കും അല്ലെ? കനാൽ ഉണ്ടാക്കുമ്പോൾ പൊതുവെ നമ്മൾ 1:1 സ്ലോപ്പിലാണ് കൊടുക്കുക പൊതുവെ. പക്ഷെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കണ്ടീഷൻസ്. എന്നാൽ ഇപ്പൊ നമുക്കൊരു അസ്യൂം ചെയ്യുന്നത് 1:1 സ്ലോപ്പിൽ അസ്യൂം ചെയ്താൽ പിന്നെ നമ്മൾ ഈ ഒരു കനാലിൽ വെള്ളം തുറന്നു വിടുമ്പോ വെള്ളത്തില് അടിഞ്ഞുകൂടിയ എന്തുണ്ടാവാം? സിൽറ്റ് പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ സിൽറ്റ് പാർട്ടിക്കിൾസ് മണ്ണില് കനാലിൽ എന്ത് പറ്റും? ഇറ്റ് ഗെറ്റ്സ് ഡെപ്പോസിറ്റഡ്. അതൊക്കെ ഡെപ്പോസിറ്റഡ് ആവും. അങ്ങനെ ഡെപ്പോസിറ്റ് ആയി ഈ സ്ലോപ്പ്, ഈ 1:1 സ്ലോപ്പിൽ നിന്ന് കുറച്ച് മണ്ണ് അവിടെ ഡെപ്പോസിറ്റഡ് ആയിട്ട് വേറൊരു സ്ലോപ്പില് ആ മണ്ണ് വന്ന് അടിഞ്ഞു കൂടും. പിന്നീട് ഫർദർ മണ്ണ് അവിടെ വന്നു ചേരില്ല. കാരണം പിന്നെ അവിടേക്ക് വന്നാൽ അത് ആ സ്ലോപ്പിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പൊ അതുപോലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ലോപ്പ് നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു കണ്ടീഷനെയാണ് എന്ത് വിളിക്കുന്നത്? റെജിമി കണ്ടീഷൻ എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു സ്ലോപ്പിന്, ആ ഒരു കനാല്, അപ്പൊ പുതിയതായി ഫോം ചെയ്ത സിൽറ്റഡ് ആയിട്ടുള്ള കനാലിനെയാണ് റെജിമി ചാനൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്ക് ലെസ്സി എന്ന് പറഞ്ഞാൽ ഒരു സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഈ ലെസ്സി എന്ത് ചെയ്തു? ഹി ഡിവൈഡഡ് ഈ ഒരു റെജിമി കണ്ടീഷനിനെ രണ്ട് ക്ലാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഒന്ന് ഇനിഷ്യൽ റെജിമി, പിന്നൊന്ന് ഫൈനൽ റെജിമി. So channels when constructed with incorrect slope and incorrect dimension start scouring or silting and soon attain initial regime, although they are restricted in their lateral movement by berms. അപ്പൊ എന്താണ് ലെസ്സി പറഞ്ഞത്? ഒരു ചാനല് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സ്ലോപ്പും അതുപോലെ അതിന്റെ ഡയമെൻഷൻസും ഒക്കെ തെറ്റാണെങ്കിൽ ആ ചാനലിൽ പെട്ടെന്ന് തന്നെ സിൽറ്റ് പാർട്ടിക്കിൾസ് എല്ലാം ഡെപ്പോസിറ്റ് ആയി ഒരു ഇനിഷ്യൽ റെജിമി കണ്ടീഷൻ അവിടെ ഫോം ചെയ്യും.
അതാണ് ലെസ്സി ആദ്യം പറഞ്ഞ കാര്യം. It have a walkable stability and are neither scouring nor silting. They are said to be in final regime. പിന്നെന്താ പറഞ്ഞത്? അപ്പോൾ ആ സ്ലോപ്പ് തെറ്റാണെങ്കിൽ, നമ്മൾ കൊടുത്ത സ്ലോപ്പ് തെറ്റാണെങ്കിൽ അവിടെ പാർട്ടിക്കിൾസ് വന്ന് അടിഞ്ഞുകൂടി ഒരു ഇനിഷ്യൽ സ്റ്റേറ്റ് വരും. പിന്നെ അതുപോലെ ഫർദർ കുറച്ചുകൂടെ പിന്നെ കാലക്രമേണ വീണ്ടും സിൽറ്റ് പാർട്ടിക്കിൾസ് അടിഞ്ഞുകൂടും അല്ലേ? അങ്ങനെ അടിഞ്ഞുകൂടി അവിടെ ഒരു കണ്ടീഷൻ വരും. എന്ത് കണ്ടീഷനാണ്? നോൺ സിൽറ്റിംഗ് നോൺ സ്കൗറിംഗ് കണ്ടീഷൻ. അതായത് പിന്നെ അവിടെ സിൽറ്റിങ്ങും നടക്കില്ല, അതുപോലെ സ്കൗറിങ്ങും നടക്കില്ല. സ്കൗറിംഗ് എന്ന് പറഞ്ഞാൽ തേഞ്ഞു പോവുക. അപ്പൊ അങ്ങനത്തെ ഒരു സിൽറ്റിങ്ങും സ്കൗറിങ്ങും നടക്കാത്ത ഒരവസ്ഥ വരും. ആ അവസ്ഥയാണ് ഫൈനൽ റെജിമി എന്ന് ലെസ്സി വിശേഷിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ഇനിഷ്യൽ റെജിമി വേഗം തന്നെ വരും, പിന്നെ കുറെ കാലക്രമേണ വരുന്നതാണ് ഫൈനൽ റെജിമി. So final regime is attained by a channel under certain ideal conditions. അപ്പോൾ ഫൈനൽ റെജിമി അറ്റൈൻ ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസും ലെസ്സി പറഞ്ഞു. എന്തൊക്കെയാണ്? There should be full freedom of the lateral movement of the channel. അപ്പോൾ ഈ ചാനലിന് ഒരു ലാറ്ററൽ മൂവ്മെന്റിന്റെ ഫ്രീഡം ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ ചാനൽ should flow in alluvium of the same grade as the silt carried by the water. അതുപോലെ തന്നെ എന്താണ് ഈ ചാനലില് ഫ്ലോ ചെയ്യുന്നത് സിൽറ്റ് പാർട്ടിക്കിൾസ് ഈ ചാനൽ ഉണ്ടാക്കിയിട്ടുള്ള മണ്ണിന്റെ മെറ്റീരിയൽ തന്നെ ആയിരിക്കണം. അതായത് ഈ മണ്ണ് അലുവിയൽ സോയിൽ ആണെങ്കിൽ ഈ സിൽറ്റ് പാർട്ടിക്കിൾസ്, ഇതിലൂടെ പോകുന്ന സിൽറ്റ് വെള്ളത്തിലൂടെ ഒഴുകുന്ന സിൽറ്റ് പാർട്ടിക്കിൾസും ഏത് തന്നെയായിരിക്കണം? അലുവിയൽ സോയിൽ തന്നെയായിരിക്കണം. എന്നാലേ ഈ അലുവിയൽ സോയില് ഈ പറയുന്ന അലുവിയൽ സോയിലിൽ വന്ന് അടിഞ്ഞുകൂടും. പിന്നെ അതുപോലെ ഒരു കണ്ടീഷനാണ് കോൺസ്റ്റന്റ് ഡിസ്ചാർജ്. ഈ കനാലിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ ഡിസ്ചാർജ് കോൺസ്റ്റന്റ് ആയിരിക്കണം. അതായത് എപ്പോഴും നമുക്ക് ഒരേ ഡിസ്ചാർജ് ആയിരിക്കണം ഈ കനാലിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ഇപ്പൊ ഇന്ന് 20 ക്യൂമെക്ക് കിട്ടിയാൽ നാളെ 30 ക്യൂമെക്ക് കിട്ടാൻ പാടില്ല, 20 തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പൊ കോൺസ്റ്റന്റ് ഡിസ്ചാർജ് ആയിരിക്കണം. അതുപോലെ ഈ കനാലിന് ലാറ്ററൽ മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കണം. പിന്നെ അതുപോലെ ഈ സിൽറ്റ് പാർട്ടിക്കിൾസിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്, അതായത് ആ സിൽറ്റി സോയില് ഷുഡ് ബി ഓഫ് ദ സെയിം ക്യാരക്ടർ ആസ് ദാറ്റ് ഓഫ് കനാൽ സോയിൽ. കനാൽ ഉണ്ടാക്കിയ ആ ഒരു സോയിലിന്റെ അതേ ക്യാരക്ടർ ആയിരിക്കണം ഈ മണ്ണിലൂടെ ഒഴുകുന്ന soil particles in the character. So irrigation channel gets an initial regime, but due to varying discharges and restrictions on lateral movement due to shapes of channel sections, clayey banks, they seldom attain final regime. അപ്പോൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ നമ്മുടെ ഇനിഷ്യൽ റെജിമി പെട്ടെന്ന് തന്നെ കിട്ടും, പക്ഷേങ്കിൽ ഈ ഫൈനൽ റെജിമി അറ്റൈൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് ക്ലേയി സോയിൽസിൽ. ഇപ്പോൾ കനാൽ ഉണ്ടാക്കിയത് ഒരു ക്ലേയി സോയിലിന്റെ മുകളിലാണെങ്കിൽ അങ്ങനത്തെ സോയിലിൽ നിന്നും ഫൈനൽ റെജിമി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് റെജിമി ചാനൽസിനെ കുറിച്ച്. ഇനി അടുത്ത നിങ്ങൾക്ക് നോക്കാനുള്ളത് കനാൽ ലൈനിങ്സ് ആണ്. കനാലിന്റെ ലൈനിങ്ങിനെ കുറിച്ച്. അപ്പൊ എന്താണ് കനാൽ ലൈനിങ്? നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. അതായത് ഇപ്പൊ നമ്മളൊരു കനാൽ, ഇതിപ്പോ മണ്ണുകൊണ്ട് നമ്മള് കനാല് എക്സ്കവേറ്റ് ചെയ്ത് നമ്മളിവിടെ ഒരു ട്രെഞ്ച് ആദ്യം കുഴിച്ചു, എന്നിട്ട് നമ്മൾ ആ ഒരു സോയിലൊക്കെ നല്ലോണം കോമ്പാക്റ്റ് ഒക്കെ ചെയ്ത് ഉണ്ടാക്കിയല്ലേ.
ആ സോയിലിന്റെ, ആ മണ്ണിന്റെ കനാലിന്റെ മുകളിൽ നമ്മളൊരു ലൈനിങ് വെക്കും. ഇപ്പൊ ഇതൊരു കോൺക്രീറ്റ് ലൈനിങ് ആണ്, സിമെന്റ് മോർട്ടാർ ലൈനിങ് ആണ് ഇപ്പൊ ഈ കാണിച്ചിട്ടുള്ളത്. അതായത് സിമെന്റ് മോർട്ടാർ വെച്ചൊന്ന് തേച്ചു കൊടുക്കും. അപ്പൊ ആ മുകളിൽ തേക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലൈനിങ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്തിനാണ് ലൈനിങ് കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Since canals are earthen channels, either in embankment or in cutting, the water that flows in the canal is subjected to certain losses. അപ്പൊ നമ്മുടെ കനാല് പൊതുവെ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കനാലാണ്. അത് കട്ടിങ് ആണെങ്കിലും ശരി, മറ്റേ എന്താണ് കനാലിൻ ഫുൾ കട്ടിങ് ആണെങ്കിലും ശരി, കനാലിൻ ഫുൾ ബാങ്കിങ് ആണെങ്കിലും ശരി, ഓക്കെ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ കനാലാണ്. അപ്പൊ ആ ഒരു കനാലിൽ ഒരുപാട് ലോസസ് വരാൻ സാധ്യതയുണ്ട്. വെള്ളത്തിന്റെ ലോസ്, അല്ലെ, വെള്ളം നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുണ്ട്. So soil being made up will be having voids and water percolates or being absorbed into the natural bank and gets collected on the sides of the canals, making some area waterlogged. അപ്പൊ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ സോയില്, അപ്പൊ എർതേൺ കനാൽ ആണെന്ന് പറഞ്ഞു, മണ്ണ് കൊണ്ടുണ്ടാക്കിയ കനാലാണ്. ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയ കനാലില്, അപ്പൊ മണ്ണാണല്ലോ നമ്മുടെ മെറ്റീരിയൽ, അല്ലെ, സോയിലാണ്. അപ്പൊ ഈ സോയിലിന്റെ ഉള്ളില് നമുക്കറിയാവുന്ന കാര്യം എന്താണ്? സോയിലിന്റെ ഉള്ളില് വോയിഡ്സ് ഉണ്ടാവും. വോയിഡ് എന്ന് പറഞ്ഞാൽ സോയിലിന്റെ രണ്ട് പാർട്ടിക്കിൾസിന്റെ ഇടയില് കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ടാവും, അല്ലെ. ആ ഫ്രീ സ്പേസിലൂടെയാണ് വെള്ളം താഴോട്ട് ഭൂമിയുടെ അടിയിലേക്കൊക്കെ ഒഴുകി പോകുന്നത്. അപ്പൊ soil being made up will be having voids. സോയിലിന് void spaces ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു voidലൂടെ, അതായത് ആ ഒരു empty സ്പേസിലൂടെ വെള്ളം എന്ത് ചെയ്യും? താഴോട്ട് ഒഴുകിപ്പോവും, അല്ലെ, പെർക്കുലേറ്റ് ചെയ്യും, ഭൂമിയുടെ അടിയിലേക്ക് ഒഴുകാൻ സാധ്യതയുണ്ട്. ഓക്കെ. The losses of water by percolation and absorption are called seepage losses. അപ്പൊ അങ്ങനെ ഒഴുകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സീപ്പേജ് എന്ന് വിളിക്കുന്നത്. സീപ്പേജ് എന്ന് പറഞ്ഞാൽ വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് ഒഴുകി പോവാം, അതാണ് സീപ്പേജ്. അപ്പൊ സീപ്പേജ് ലോസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. As the channels are open channels, evaporation losses also happen. അപ്പൊ നമ്മുടെ ചാനല് ഓപ്പൺ ചാനൽ ആണല്ലേ. കനാലുകൾ എപ്പോഴും ഓപ്പൺ കനാൽസ് അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ ഓപ്പൺ കനാലിൽ വേറൊരു ലോസ് വരാൻ സാധ്യതയുള്ളത് ഏതാണ്? ഇവാപ്പറേഷൻ ലോസ്, അല്ലെ. അതായത് ഒരു വെയിലുള്ള ദിവസമാണെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോവാം, വെള്ളത്തിന് ഇവാപ്പറേറ്റ് ചെയ്ത് പോവാനും സാധ്യതയുണ്ട്. So both seepage and evaporation losses together are called transmission losses. അപ്പൊ അങ്ങനെ സീപ്പേജ് ലോസും അതുപോലെ തന്നെ ഇവാപ്പറേഷൻ ലോസും, ഈ രണ്ട് ലോസസിനെയും കൂടിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്മിഷൻ ലോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത് it accounts to about 10 to 15% of the discharging capacity of a canal. അതായത് നമ്മുടെ ഒരു കനാലിന്റെ ഡിസ്ചാർജ് ഞാൻ പറഞ്ഞു 20 ക്യൂമെക് ആണെന്ന് വിചാരിക്കാം. അപ്പൊ 20 ക്യൂമെക്കില് ഒരു 10 to 15% എങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും? സീപ്പേജ് ലോസസ് ആയി നഷ്ടപ്പെടും, അല്ലെ. അല്ല, ട്രാൻസ്മിഷൻ ലോസസ് ആയി നഷ്ടപ്പെടും. എന്നുവെച്ചാൽ ഒന്നെങ്കിൽ ആ വെള്ളം ഭൂമിയുടെ അടിയിലേക്ക് ഇറങ്ങി ചെല്ലാം, അല്ലെങ്കിൽ ഇവാപ്പറേറ്റ് ചെയ്ത് മുകളിലേക്ക് പോവാം. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ പോവാൻ സാധ്യതയുണ്ട്. So if a canal is to be designed for a particular discharge to serve the needs of irrigation, the transmission losses estimated are to be added and canals designed for a total discharge. അപ്പൊ എന്താ പറയുന്നത്? നമ്മുടെ കനാല് നമ്മൾ ഇറിഗേഷൻ പർപ്പസിന് വേണ്ടിയാണ് ഉണ്ടാക്കിയതെങ്കിൽ നമുക്ക് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അതായത് ഇത്ര വെള്ളം
ആ ഒരു ഫീൽഡിൽ, ആ ഒരു പാടത്ത് ഇത്ര ക്വാണ്ടിറ്റി വെള്ളം എത്തിക്കണം എന്നുള്ളത് അല്ലേ. അങ്ങനെയാവുമ്പോൾ നമ്മൾ എപ്പോൾ കനാൽ ഡിസൈൻ ചെയ്യുന്നോ അതിന്റെ ഡിസ്ചാർജ് കപ്പാസിറ്റി ഒരു 10 to 15% കൂടുതലാക്കി എടുക്കണം. ഫീൽഡിൽ എത്രയാണോ വേണ്ടത് അതിന്റെ ഒരു 10 to 15% കൂടുതൽ ഡിസ്ചാർജ് വരുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ഒരു കനാൽ ഡിസൈൻ ചെയ്യുക. അപ്പൊ അതാണ് ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ട്രാൻസ്മിഷൻ ലോസസ് കൂടെ കൂട്ടിയിട്ടുള്ള ഡിസ്ചാർജ്. To control the seepage losses and make good use of valuable irrigation water, it is necessary that the bed and sides of a canal is given an impervious layer, which is called lining. അപ്പൊ നമ്മുടെ ആ ഒരു ലോസ് കുറയ്ക്കാൻ വേണ്ടി, ആ സീപ്പേജ് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ സീപ്പേജ് ലോസ് കുറയ്ക്കാൻ വേണ്ടി, അതായത് ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഒഴുകുന്നത് തടയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇംപെർവിയസ് ലെയർ വെച്ച് അങ്ങ് ലൈൻ ചെയ്യും. അതായത് വെള്ളം താഴോട്ടേക്ക് പോവാത്ത ഒരു മെറ്റീരിയൽ വെച്ച് നമ്മൾ കനാലിന് ലൈനിങ് കൊടുക്കും. അങ്ങനെ ലൈനിങ് കൊടുക്കുമ്പോൾ എന്താണ്? വെള്ളം താഴേക്ക് ഒലിച്ചു പോവില്ല അല്ലെ. അപ്പൊ ആ ഒരു ലെയറിനെയാണ് എന്ത് വിളിക്കുന്നത്? ലൈനിങ് എന്ന് വിളിക്കുന്നത്. So lining has the following advantages. അപ്പോൾ ലൈനിങ്ങിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? It saves water for extending irrigation. അല്ലെ, ലൈനിങ് കുറെ സീപ്പേജ് ലോസ് തടയും. അപ്പൊ ഒരുപാട് വെള്ളം നമുക്ക് കനാലിൽ തന്നെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. വാട്ടർ ലോഗിങ് ക്യാൻ ബി അവോയ്ഡഡ്. അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ, അത് നമ്മുടെ ഈ വോയിഡ്സിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥ വരും, അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. It reduces the cost of maintenance of canal. അതുപോലെ കനാല് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്. അത്ര പെട്ടെന്നൊന്നും കനാലിൽ ക്ലോഗിംഗ് ഒന്നും വരില്ല. കാരണം നമ്മൾ ലൈനിങ് കൊടുക്കുന്നതോടുകൂടി കനാലിന്റെ സർഫസുകളൊക്കെ സ്മൂത്ത് ആണ്. അപ്പൊ വെള്ളം ഈസിയായി ഒഴുകിപ്പോകും. പറ്റിപ്പിടിച്ച് ഒന്നും കിടക്കാനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസും കുറവാണ്. ഓക്കെ, ഇറ്റ് പെർമിറ്റ്സ് വാട്ടർ ടു ഫ്ലോ അറ്റ് ഹയർ വെലോസിറ്റീസ്. അതെ, വെലോസിറ്റി, ഹൈ വെലോസിറ്റിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ കനാലിലൂടെ വെള്ളം കടത്തിവിടാൻ സാധിക്കും. എന്താണ്, ഇപ്പൊ നമ്മുടെ അർദ്ധൻ കനാൽസ് ആണെങ്കിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ഫ്രിക്ഷൻ ഉണ്ടാവും അല്ലെ. ആ ഒഴുകുന്ന സമയത്ത് സൈഡിലൊക്കെ സോയിൽ പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ വെള്ളവും ആ സോയിൽ പാർട്ടിക്കിൾസും തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാം. അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച വെലോസിറ്റിയിൽ ഒരു പക്ഷെ വെള്ളം വിടാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേങ്കിൽ ലൈനിങ് ചെയ്യുന്നതോടുകൂടി എന്താണ് ഉണ്ടാവുക? കുറച്ചുകൂടെ സ്മൂത്ത് ആവും, സർഫസ് സ്മൂത്ത് ആവും. അതുകൊണ്ട് തന്നെ വെള്ളം ഈസിലി നമുക്ക് വേഗത്തിൽ തന്നെ കനാലിലൂടെ ഒഴുക്കി വിടാൻ സാധിക്കും. പിന്നെ അതുപോലെ it checks the growth of weeds on the canal bed. അതായത് കനാൽ ബെഡില് വീഡ്സ് ഒന്നും വളരില്ല. വീഡ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ്, ചെറിയ ചെറിയ പ്ലാന്റ്സ് ആണ്. ഓക്കെ, ചെറിയ ചെടികളൊക്കെ. ഇപ്പൊ നമ്മുടെ മണ്ണിന്റെ കനാൽ ആണെങ്കിൽ, മണ്ണാണ് താഴെയെങ്കിൽ താഴെ ചെടി വളരാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അക്വാട്ടിക് പ്ലാന്റ്സ് ഒക്കെ വളരാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേങ്കിൽ ഇവിടെ നമ്മളൊരു സിമെന്റ് കോൺക്രീറ്റ് ലൈനിങ്ങോ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ലൈനിങ്സ് ഉണ്ട്, അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ലൈനിങ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും വളരില്ല അല്ലെ. കനാലിന്റെ ബെഡിൽ ഒന്നും വളരില്ല. പിന്നെ അതുപോലെ പ്രിവെന്റ്സ് കനാൽ ബ്രീച്ചസ്. ബ്രീച്ചസ് എന്ന് പറഞ്ഞാൽ ആ കനാലിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നൊക്കെ ഒലിച്ചു പോവാൻ. അപ്പൊ മണ്ണിന്റെ കനാലാണെങ്കിൽ ഒലിച്ചു പോവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പോസിബിലിറ്റി ഒക്കെ ഒഴിവാക്കുന്നതാണ് എന്ത്? കനാൽ ലൈനിങ്. ഓക്കെ,
നമുക്ക് ടൈപ്സ് ഓഫ് കനാൽ ലൈനിങ്സ് നോക്കാം. ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കനാൽ ലൈനിങ്? അപ്പൊ ആദ്യം നമ്മൾക്ക് ബേസിക്കലി രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ടെമ്പററി ലൈനിങ്ങും പെർമനന്റ് ലൈനിങ്ങും. അപ്പൊ താൽക്കാലികമായി കൊടുക്കുന്നതാണ് ടെമ്പററി ലൈനിങ്സ്. പിന്നെ അതുപോലെ സ്ഥിരമായി എന്നേക്കുമായി കൊടുക്കുന്നതാണ് പെർമനന്റ് ലൈനിങ്സ്. അപ്പൊ ടെമ്പററി ലൈനിങ്സ് അതായത് താൽക്കാലികമായി കൊടുക്കുന്ന ലൈനിങ്ങുകളുടെ കൂട്ടത്തിലുള്ളതാണ് എന്തൊക്കെ? സോഡിയം കാർബണേറ്റ് ലൈനിങ്, ആസ്ഫാൾട്ടിക് ലൈനിങ്, ഷോർട്ട്ക്രീറ്റ് ലൈനിങ്. പിന്നെ അതുപോലെ പെർമനന്റ് ലൈനിങ്സിന്റെ അണ്ടറിലുള്ളതാണ് ബ്രിക്ക് ലൈനിങ്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ലൈനിങ്, സിമെന്റ് മോർട്ടാർ ലൈനിങ്, സിമെന്റ് കോൺക്രീറ്റ് ലൈനിങ്, സ്റ്റോൺ മേസൺറി ലൈനിങ്. അപ്പൊ ഇതിലെ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാനുണ്ട്. നോക്കാം. അപ്പൊ ആദ്യം പറയുന്നത് സോഡിയം കാർബണേറ്റ് ലൈനിങ്ങിനെ കുറിച്ചാണ്. A salty soil which will be available locally containing about 10% clay and 7% sodium carbonate is smeared on the bed and the sides. അപ്പൊ എന്താ ചെയ്യുന്നത്? ഈ സോഡിയം കാർബണേറ്റ് എന്ന് പറയുന്നത്, നമ്മുടെ സോഡിയം കാർബണേറ്റ് ലൈനിങ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഉപ്പ് കണ്ടന്റ് നിറഞ്ഞ സോയിലാണ്. ഓക്കെ, ആ സോയിലിന്റെ പ്രത്യേകത എന്താണ്? 10% ക്ലേ അതായത് മണ്ണിന്റെ കണ്ടന്റും 7% സോഡിയം കാർബണേറ്റിന്റെ കണ്ടന്റും ഉള്ള ആ സോഡിയം കാർബണേറ്റ് ലൈനിങ് ആണ് നമ്മൾ ബെഡിൽ അങ്ങ് നമ്മുടെ കനാലില് ഇടുന്നത്. ഇറ്റ്സ് നോട്ട് വെരി ഇഫക്റ്റീവ് ആൻഡ് യൂസ്ഡ് ഓൺലി ഫോർ ഫീൽഡ് ചാനൽസ്. അപ്പൊ ഈ സോഡിയം കാർബണേറ്റ് ലൈനിങ് എന്ന് ഉദ്ദേശിക്കുന്ന അത്ര ഇഫക്റ്റീവ് അല്ല. ഓക്കെ, അതായത് അതിലൂടെ ലോസസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ അത് എവിടെ യൂസ് ചെയ്യൂ? ഫീൽഡ് ചാനൽസിൽ ഉപയോഗിക്കും. കാരണം ഫീൽഡ് ചാനൽ എന്ന് പറയുമ്പോൾ ഫീൽഡ് ചാനൽ വേറൊരു പേരും കൂടെ പഠിച്ചല്ലോ ഫീൽഡ് ചാനലിന്. നമ്മുടെ ക്ലാസിഫിക്കേഷനില് 5 ക്ലാസിഫൈ ചെയ്തില്ലേ? based on the discharging capacity. അതിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഫീൽഡ് ചാനൽ ഓർ വാട്ടർ കോഴ്സ് അല്ലെ? വാട്ടർ കോഴ്സ്. അപ്പൊ ഈ വാട്ടർ കോഴ്സിൽ അതായത് ഫീൽഡ് പാടത്ത് നമ്മൾ ചെറിയ ചെറിയ ചാനൽസ് ഒക്കെ ഉണ്ടാക്കും അല്ലെ? അപ്പൊ ആ ചാനൽസിനാണ് നമ്മൾ പൊതുവെ ഈ ഒരു സോഡിയം കാർബണേറ്റ് ലൈനിങ് കൊടുക്കാറ്. കാരണം അവിടെ ഇൻ കേസ് നമ്മുടെ ഭൂമിയുടെ അടിയിലേക്ക് വെള്ളം ഒലിച്ചു പോയാലും എന്താണ് നമ്മുടെ പ്ലാന്റ്സിന്റെ വേരൊക്കെ അത് അബ്സോർബ് ചെയ്തെടുത്തോളും. ഓക്കെ, അതുകൊണ്ട് ഫീൽഡ് ചാനൽസിലാണ് നമ്മൾ കൂടുതലായി ഇത് ഉപയോഗിക്കാറ്. പിന്നെ അടുത്തതാണ് ആസ്ഫാൾട്ടിക് ലൈനിങ്. ആസ്ഫാൾട്ട് നമ്മുടെ ആസ്ഫാൾട്ട് സിമെന്റ് വെച്ച് അല്ലെ? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് സാൻഡ്, gravel and asphalt cement. ഓക്കെ, ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞ ഒരു മെറ്റീരിയൽ ആണ്. എന്താ, നമ്മുടെ കോൺക്രീറ്റ് ഒക്കെ പോലെ വേറൊരു മെറ്റീരിയൽ ആണ് ആസ്ഫാൾട്ട്. അപ്പൊ ഈ ഒരു ആസ്ഫാൾട്ടും സാൻഡും ഗ്രേവലും ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചറിനെയാണ് ആസ്ഫാൾട്ടിക് ലൈനിങ് എന്ന് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. If asphalt is locally available, it is the cheapest type of lining which is smooth, flexible and resistant to erosion. അപ്പൊ നമുക്ക് ഈ ആസ്ഫാൾട്ട് അവൈലബിൾ ആണെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ലൈനിങ് കൊടുക്കുന്നത്. കാരണം എന്താന്ന് ചോദിച്ചാൽ ഈ ഒരു ആസ്ഫാൾട്ടിക് ലൈനിങ് സ്മൂത്ത് ആയിരിക്കും, അതുപോലെ ഫ്ലെക്സിബിൾ ആണ്. നമുക്ക് ഏത് ഷേപ്പിലും നമുക്കിത് മോൾഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നമുക്കറിയാലോ കനാലിന്റെ പല ഷേപ്പുകളൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലേ?
എപ്പോഴും ട്രപ്പിസോയിഡൽ ഷേപ്പ് തന്നെ ആവണമെന്നില്ല, പല ഷേപ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ഷേപ്പുകളിലും നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ലൈനിങ് ആണ് ആസ്ഫാൾട്ടിക് ലൈനിങ്. പിന്നെ അതുപോലെ ഇറ്റ് ഈസ് റെസിസ്റ്റന്റ് ടു ഇറോഷൻ, അതായത് ഒലിച്ചു പോവില്ല, അത് അവിടെ തന്നെ കിടന്നോളും. വെള്ളം പോകുന്നതിനനുസരിച്ച് ഈ ലൈനിങ് അതിന്റെ കൂടെ ഒലിച്ചു പോവില്ല. ഓക്കെ, അപ്പൊ അതാണ് ആസ്ഫാൾട്ടിക് ലൈനിങ്. അതും എന്താണ്, ഒരു ടെമ്പററി ലൈനിങ് ആണ്. പിന്നെ അടുത്തതാണ് ഷോർട്ട്ക്രീറ്റ് ലൈനിങ്. ഷോർട്ട്ക്രീറ്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സിമെന്റ് മോർട്ടാർ ഇല്ലേ, സിമെന്റ് മോർട്ടാറിനെ നമ്മളിങ്ങനെ ഒരു ഗണ്ണൊക്കെ ഇപ്പൊ തോക്കില് നമ്മൾ വെടിവെക്കില്ലേ, അതുപോലെ ഈ സിമെന്റ് മോർട്ടാർ എന്ന് വെച്ചാൽ എന്താണ്, എ മിക്സ്ചർ ഓഫ് സിമെന്റ്, സാൻഡ് ആൻഡ് വാട്ടർ അല്ലേ, സിമെന്റ് മോർട്ടാർ. അപ്പോൾ അതിന്റെ ആ ഒരു മിക്സ്ചറിനെ ഒരു സ്ലറി പരുവത്തിലാക്കി നമ്മൾ ഒരു ഗണ്ണ് കൊണ്ട് ഷൂട്ട് ചെയ്യാണ്. ഓക്കെ, ഇതിലൊക്കെ കാണിച്ചതുപോലെ. So it is carried out by forcing a slurry of cement mortar under pressure through a nozzle on the canal surface. അപ്പൊ കനാലിന്റെ സർഫസിൽ എന്താ ചെയ്യുന്നത്, ഒരു നോസിൽ ഉപയോഗിച്ച് നമ്മൾ ആ ഒരു സിമെന്റ് സ്ലറിയെ പ്രഷറിൽ എന്ത് ചെയ്യും, നോസിൽ കൊണ്ട് ഷൂട്ട് ചെയ്യും അല്ലേ. So shotcrete is a mixture of cement and sand in a ratio of 1:4. അപ്പൊ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഷോർട്ട്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ സിമെന്റിന്റെയും സാൻഡിന്റെയും മിക്സ്ചർ ആണ്. പക്ഷേങ്കിൽ എന്ത് റേഷ്യോയിലാണ് എടുക്കുക, ഒരു ചാക്ക് സിമെന്റ് ആണെങ്കിൽ 4 ചാക്ക് സാൻഡ് അല്ലേ, ആ ഒരു റേഷ്യോയിൽ എടുക്കുന്ന മിക്സ്ചറിനെയാണ് നമ്മൾ ഷോർട്ട്ക്രീറ്റ് എന്ന് വിളിക്കുക. These linings give long and better service. അപ്പോൾ കുറച്ചുകൂടെ ഡ്യൂറബിൾ ആണ് നമ്മുടെ ഷോർട്ട്ക്രീറ്റ് ലൈനിങ്. ഓക്കെ, ഇനി അടുത്തത് പെർമനന്റ് ലൈനിങ്സ് ആണ് അല്ലേ. പെർമനന്റ് ലൈനിങ്സിൽ നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്, ബ്രിക്ക് ലൈനിങ്, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ലൈനിങ്, സിമെന്റ് മോർട്ടാർ ലൈനിങ്, സിമെന്റ് കോൺക്രീറ്റ് ലൈനിങ്, സ്റ്റോൺ മേസൺറി ലൈനിങ്. ഇതാണ് നമ്മൾ പെർമനന്റ് ലൈനിങ്സിൽ പറഞ്ഞത് അല്ലേ. അപ്പൊ ഓരോന്നായി നോക്കാം. അപ്പൊ ആദ്യം ബ്രിക്ക് ലൈനിങ്. എന്താണ് ബ്രിക്ക് ലൈനിങ്? പേര് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, ബ്രിക്സ് വെച്ചിട്ടല്ലേ. ബ്രിക്ക് വെച്ച് നമ്മൾ ബ്രിക്സ് ഇങ്ങനെ അടുക്കി വെക്കുക അല്ലേ, അതാണ് ബ്രിക്ക് ലൈനിങ്. നമ്മൾ കനാൽ ഉണ്ടാക്കിയതിന് ശേഷം കനാലിന്റെ സർഫസിൽ ബ്രിക്കിന്റെ ലെയർ വെക്കുക. So if burnt bricks of good quality are used for protecting the bed and sides of the channel, the lining is called as brick lining. അപ്പോൾ നമ്മുടെ burnt bricks of good quality, നല്ല ക്വാളിറ്റി ബ്രിക്കുകളാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ it's called as brick lining. Unburnt bricks should be rejected and the bricks should be thoroughly soaked in water before being laid. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? കൂടുതലായി ബേൺ ചെയ്തു പോയ ബ്രിക്കുകൾ, അങ്ങനത്തെ ബ്രിക്സ് ഉണ്ടാവുമല്ലോ അല്ലെ. നിങ്ങൾ ഈ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ പഠിച്ച സമയത്ത് കുറെ ക്ലാസ്സസ് ഓഫ് ബ്രിക്സ് പഠിച്ചിട്ടുണ്ടാവും. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, അങ്ങനെ 4 ക്ലാസ് ബ്രിക്സ് ഉണ്ട് അല്ലെ. അങ്ങനെ ഓവർ ബേൺഡ് ആയ ബ്രിക്ക്, കൂടുതലായി ബേൺഡ് ആയ ബ്രിക്സിനെയാണ് നമ്മൾ വേറൊരു പേരൊക്കെ പറയുമല്ലോ, ജമ്മ ബ്രിക്സ് എന്ന് പറയും, ജമ്മ ബ്രിക്സ് അല്ലേ. ഓക്കെ, അപ്പൊ അങ്ങനെ ഓവർ ബേൺഡ് ആയ, അത് ഏത് ക്ലാസ്സിലാ വരിക ഓവർ ബേൺഡ് ബ്രിക്സ്? ക്ലാസ് 4 അല്ലേ. പിന്നെ അതുപോലെ ചിലപ്പോൾ ബേണിംഗ് അഡിക്വേറ്റ് ആയി കിട്ടാത്ത ബ്രിക്സും ഉണ്ടായിരിക്കും, അൺബേൺഡ് ആയിട്ടുള്ള ബ്രിക്സ്. അപ്പൊ അങ്ങനത്തെ ബ്രിക്കുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? റിജക്റ്റ് ചെയ്യണം. അങ്ങനത്തെ ബ്രിക്സ് ഒന്നും എടുക്കാൻ പാടില്ല. അതുപോലെ
നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ വെക്കുന്ന ബ്രിക്സ് വെള്ളത്തിൽ നല്ലോണം സോക്ക് ചെയ്ത് വെക്കണം. എന്നിട്ടേ എടുത്ത് ഇവിടെ ഉപയോഗിക്കാൻ പാടും. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളിത് കനാലാണ്, അപ്പൊ കനാലിൽ വെള്ളമാണ് ഒഴുകുന്നത് അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ സോക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന കനാലിലുള്ള വെള്ളം ഈ ബ്രിക്സിലേക്ക് ഇറങ്ങും, ബ്രിക്ക് അബ്സോർബ് ചെയ്യും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസ്ചാർജ് നമ്മുടെ ഫീൽഡിലൊന്നും എത്തില്ല അല്ലേ? കാരണം ഒരുപാട് വെള്ളം ഈ ബ്രിക്ക് തന്നെ അബ്സോർബ് ചെയ്ത് തീർന്നു പോയിട്ടുണ്ടാവാം. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ആദ്യം തന്നെ നമ്മൾ ഈ ബ്രിക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ നല്ലോണം വെള്ളത്തിൽ മുക്കി വെക്കണം. അപ്പൊ എന്താണ്, എത്രത്തോളം വെള്ളം ആ ബ്രിക്ക് കുടിക്കുവോ അത് മുഴുവൻ അപ്പൊ തന്നെ കുടിക്കണം, ഇനിഷ്യലി കുടിക്കണം. എന്നാൽ പിന്നെ നമ്മുടെ കനാലില് വെള്ളം ഒഴുക്കി വിടുന്ന സമയത്ത് വെള്ളം അബ്സോർബ്ഡ് ആവില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര ഡിസ്ചാർജ് ആണോ കൊടുത്തത് അത്ര തന്നെ വെള്ളം നമ്മുടെ സ്ഥാനത്ത്, അതായത് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അതാണ് ബ്രിക്ക് ലൈനിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ അടുത്തതാണ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ലൈനിങ്. ഹിയർ പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്സ് ആർ യൂസ്ഡ്. അപ്പൊ ഇവിടെ കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് ഉപയോഗിക്കുന്നത്. ബ്രിക്കിന് പകരം കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ബ്ലോക്സ്, കട്ട കണ്ടിട്ടില്ലേ? കോൺക്രീറ്റിന്റെ കട്ട ബ്രിക്ക് പോലെ ഇരിക്കുന്നത്, അങ്ങനത്തെ കോൺക്രീറ്റ് ബ്ലോക്സ് ആണ് ഈ ഒരു ലൈനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്. The blocks are laid on a prepared bed. അപ്പൊ എന്ത് ചെയ്യും, ഈ ബ്ലോക്ക് നമ്മുടെ കനാൽ ബെഡിലൊക്കെ കറക്റ്റ് ആക്കി വെക്കും. Thickness of these blocks varies from 5 cm to 6.5 cm. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കോൺക്രീറ്റിന്റെ കട്ടയുടെ തിക്നെസ് എത്രയായിരിക്കും? ഒരു 5 സെന്റിമീറ്റർ മുതൽ 6.5 സെന്റിമീറ്റർ വരെ. അതാണ് നമ്മുടെ കോൺക്രീറ്റ് ബ്ലോക്കിന് നമ്മൾ കൊടുക്കാൻ പറ്റുന്ന ലൈൻ, എന്താണ്, തിക്നെസ്. ഓക്കെ, അപ്പൊ അതാണ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് ബ്ലോക്ക് ലൈനിങ്. ബ്രിക്കിന് പകരം, നേരത്തെ കണ്ട ബ്രിക്കിന് പകരം കോൺക്രീറ്റ് ബ്ലോക്സ് വെക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്തത് സിമെന്റ് മോർട്ടാർ ലൈനിങ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? സിമെന്റ് മോർട്ടാർ ലൈനിങ് എന്താണ്? കനാൽ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം സിമെന്റ് മോർട്ടാർ പേസ്റ്റ് തേക്കും, ഒരു ലെയർ ഓഫ് സിമെന്റ് മോർട്ടാർ തേക്കും. അപ്പൊ എന്താ സംഭവിക്കുക? അപ്പൊ അതാണ് ലൈനിങ് അല്ലേ? വെള്ളം താഴോട്ട് ഒലിച്ചു പോവില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ് മോർട്ടാർ should be mixed in a proportion of 1:3 or 1:4 അല്ലെ? 1:3, അതായത് ഒരു പാക്ക് സിമെന്റിന് 3 ചാക്ക് സാൻഡ്, അത് അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെന്റിന് 4 ചാക്ക് സാൻഡ്. അപ്പൊ ആ ഒരു പ്രപ്പോർഷനിൽ തന്നെ എടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചാൽ, നമ്മൾക്ക് വേറെ പ്രപ്പോർഷൻസിലൊക്കെ സിമെന്റ് മോർട്ടാർ ഉണ്ടാക്കിയാൽ there are chances of seepage. അവിടെ ഒലിച്ചു പോവാൻ, അതിനുള്ളിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ ഇറ്റ്സ് നോട്ട് ഡ്യൂറബിൾ അൺലെസ് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ നന്നായി പ്രൊട്ടക്ട് ചെയ്യണം. ഈ സിമെന്റ് മോർട്ടാറിന്റെ പ്രത്യേകത നന്നായി പ്രൊട്ടക്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്ത് പറ്റും? അത് എന്താണ്, നശിച്ചു പോകും. സിമെന്റ് മോർട്ടാർ ലൈനിങ് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ നന്നായി പ്രൊട്ടക്ട് ചെയ്യണം. If thickness is more, seepage losses can be reduced. അപ്പൊ സിമെന്റ് മോർട്ടാർ ലൈനിങ്ങിന്റെ തിക്നെസ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം സീപ്പേജ് ലോസ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ കൂടുതൽ കട്ടിക്ക് നമ്മൾ ആ ഒരു ലെയർ ഇടണം, എന്നാലേ നമ്മുടെ ലോസസ്, അതായത് വെള്ളം മണ്ണിലേക്ക് ഒലിച്ചു പോകുന്ന ആ ഒരു ലോസ്, അതിനെയാണ് സീപ്പേജ് ലോസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ ആ ഒരു സീപ്പേജ് ലോസ് തടയാൻ സാധിക്കും. പിന്നെ അടുത്തതാണ് സിമെന്റ് കോൺക്രീറ്റ് ലൈനിങ്. Is the best type of lining and can reduce seepage loss to an extent of 95%. അപ്പൊ നേരത്തെ സിമെന്റ് മോർട്ടാർ ആയിരുന്നു, ഇത് സിമെന്റ് കോൺക്രീറ്റ് ആണ്.
വ്യത്യാസം എന്താണ്? മോർട്ടാർ എന്ന് പറയുമ്പോൾ അതിൽ സിമെന്റ്, സാൻഡ്, വാട്ടർ ഇത് മൂന്നാണ് ഉള്ളത്. സിമെന്റ് കോൺക്രീറ്റ് എന്ന് പറയുമ്പോൾ സിമെന്റ്, സാൻഡ്, അതായത് സിമെന്റ്, കോഴ്സ് അഗ്രിഗേറ്റ്, ഫൈൻ അഗ്രിഗേറ്റ്, വാട്ടർ അല്ലേ? അപ്പൊ അതാണ് ഏറ്റവും നല്ല ലൈനിങ് മെറ്റീരിയൽ. അത് സീപ്പേജ് ലോസസ് 95% വരെ കുറയ്ക്കും. പിന്നെ അതുപോലെ തിക്നെസ് ഓഫ് ലൈനിങ് വേരീസ് ഫ്രം 5 cm to 15 cm. 5 cm മുതൽ 15 cm വരെ നമുക്ക് എന്ത് കൊടുക്കാം? ഈ ഒരു ലൈനിങ്ങിന്റെ thickness കൊടുക്കാം. Subgrade should be well prepared by moistening it so that it will not absorb water from the concrete. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമ്മുടെ സബ്ഗ്രേഡ് എന്ന് പറയുന്നത് താഴെയുള്ള സോയിൽ, നമ്മുടെ ഈ കനാലിന്റെ താഴെ ഉള്ള സോയില് നല്ലോണം നനച്ചിടണം. നനച്ച് എത്രത്തോളം ആ സോയിലിന് വെള്ളം അബ്സോർബ് ചെയ്യാൻ ഉള്ള കഴിവുണ്ട് അത്രയും വെള്ളം അതിന് ആദ്യം കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ കനാലിലൂടെ വെള്ളം ഒഴുക്കി വിടുമ്പോൾ ആ സോയില് വെള്ളം കുടിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ സബ്ഗ്രേഡ് സോയിലില് അത്യാവശ്യം നമ്മൾ വേണ്ടത്ര വെള്ളം ആദ്യമേ കൊടുത്തിരിക്കണം. Lining is laid in blocks to avoid cracking of concrete. അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈനിങ് നമ്മൾ എപ്പോഴും എന്താണ് ചെയ്യുന്നത്? ഓരോ ബ്ലോക്ക് ആയിട്ടാണ് ലൈൻ ചെയ്യുന്നത്. ഈ ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോ സിമെന്റ് കോൺക്രീറ്റ് ലൈനിങ് ആണ്. അപ്പൊ കണ്ടില്ലേ ഓരോ ബ്ലോക്ക് ആയിട്ട് കണ്ടോ? ഇതൊരു ബ്ലോക്ക് പോലെ നമുക്ക് തോന്നും അല്ലേ? ഇതൊരു ബ്ലോക്ക് ആയിട്ട് തോന്നും അല്ലേ? അപ്പൊ ഇടയിലൊരു വര കണ്ടില്ലേ? വര എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി സ്ഥലം വിട്ടതാണ് കേട്ടോ, സ്പേസിങ് കൊടുത്തതാണ്. അതെന്തിനാന്ന് ചോദിച്ചാല് നമ്മുടെ സിമെന്റ് കോൺക്രീറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എക്സ്പാൻഡോ കോൺട്രാക്റ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ക്രാക്സ് വരും. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ഇടയില് നമ്മൾ കുറച്ച് സ്പേസ് വിട്ടിട്ടുള്ള ഒരു ലൈൻ, എന്താ പറയാ, ബ്ലോക്കുകളായി കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടി വന്നാൽ നമുക്ക് എന്തും കൊടുക്കാം, സിമെന്റ് കോൺക്രീറ്റ് അല്ലേ? അപ്പൊ നമുക്ക് റീഇൻഫോഴ്സ്മെന്റും ആവശ്യമാണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റും നമ്മൾ ഇതിന്റെ ഉള്ളില് കൊടുക്കും. A concrete lining requires a well-designed concrete mix and well-graded aggregates and good finishing. അപ്പൊ നല്ലൊരു കോൺക്രീറ്റ് ലൈനിങ് എന്ന് വെച്ചാൽ അതിന് നല്ല കോൺക്രീറ്റ് മിക്സ് വേണം. അതായത് 1:1, 1.5:3 എന്നൊക്കെ പറയുന്നത് പോലെ നല്ലൊരു മിക്സ് വേണം. പിന്നെ വെൽ ഗ്രേഡഡ് അഗ്രിഗേറ്റ്സ്. വെൽ ഗ്രേഡഡ് എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിക്കിൾ സൈസും അടങ്ങിയിട്ടുള്ള അഗ്രിഗേറ്റ് ആയിരിക്കണം. അതുപോലെ നല്ല ഫിനിഷിങ്ങിൽ വേണം ചെയ്യാൻ. ഇതൊരു പെർമനന്റ് ലൈനിങ് ആണ് അല്ലേ? പിന്നെ ലാസ്റ്റ് നിങ്ങൾക്ക് നോക്കാനുള്ളത് സ്റ്റോൺ മേസൻട്രി ലൈനിങ്. സ്റ്റോൺ മേസൻട്രി ലൈനിങ് എന്ന് വെച്ചാൽ സ്റ്റോണ്, കല്ലുകൾ വെച്ച് ലൈൻ ചെയ്യുക അല്ലെ? സിമെന്റിന്റെ നമ്മുടെ കനാലിന്റെ ലൈനിങ് കൊടുക്കുന്നത് സ്റ്റോൺ മേസൻട്രി വെച്ചാണ്, കല്ലുകൾ കൊണ്ടാണ് അല്ലെ? Costly and should be taken up only when plenty of stone is available. ഈ സ്റ്റോൺ മേസൻട്രീന്റെ പ്രശ്നം എന്താണ്? കോസ്റ്റ്ലി ആണ്, കോസ്റ്റ് കൂടുതലാണ് അല്ലെ? പിന്നെ അതുപോലെ സ്റ്റോൺ ഒരുപാട് ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു ലൈനിങ് പോസിബിൾ ആവും. പിന്നെ അതുപോലെ ശ്രദ്ധിക്കേണ്ടത് pointing is to be done at the joints, and when the lining is done properly it will reduce seepage losses to a minimum. അപ്പൊ നമ്മൾ ഈ കല്ലുകൾ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കല്ലിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാവും അല്ലേ? അപ്പൊ ആ സ്ഥലത്തൊക്കെ വൃത്തിയായി തന്നെ പോയിന്റ് ചെയ്യണം അല്ലെ? നമ്മുടെ പ്ലാസ്റ്ററിങ്ങും പോയിന്റിങ്ങും ഒക്കെ അറിയാലോ, ചെയ്യണം. സിമെന്റ് മോർട്ടാറൊക്കെ വെച്ച് അടയ്ക്കണം, അല്ലെങ്കിൽ ആ ഇടയിൽ കൂടെ വെള്ളം താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് സ്റ്റോൺ മേസൻട്രി ലൈനിങ്. ഓക്കെ, അപ്പൊ അതാണ് ലൈനിങ്സിനെ കുറിച്ച്, കനാൽ ലൈനിങ്സിനെ കുറിച്ച്. ഓക്കെ, ബാക്കി നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു ഇറിഗേഷൻ കനാൽ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ താങ്ക് യു.